ഗവർണറുടെ ക്രിസ്മസ് വിരുന്ന് പോലും ബഹിഷ്കരിച്ച പിണറായി ഗവർണറുമായുള്ള അനുരഞ്ജനത്തിനുള്ള മനോഹരമായ അവസരമാണ് കളഞ്ഞുകുളിച്ചത്. മാത്രവുമല്ല, കുറെ ക്രൈസ്തവരുടെ മനസ്സിൽ പിണറായിയോടും അദ്ദേഹം പ്രസംഗിക്കുന്ന മതേതരത്വത്തോടും വല്ലാത്ത മനംപുരട്ടലും ഉണ്ടായിട്ടുണ്ട്. പകരം ഒരു വിരുന്ന് നടത്തിയതുകൊണ്ട് ബഹിഷ്കരിച്ചതിന്റെ ക്ലാവ് മാറില്ലല്ലോ. മറ്റു ചില സമുദായക്കാരുടെ വിരുന്നായിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നോ പിണറായിയുടെ സമീപനം എന്ന ചോദ്യം നല്ല വിഭാഗം ക്രൈസ്തവരിലും ഉയരുന്നുണ്ട്. മതപരമായ ആഘോഷങ്ങളുടെ ഭാഗമായി സർക്കാർ വിരുന്നുകൾ ശരിയല്ല എന്നും അത് മതേതരത്വത്തെ തളർത്തുകയും വർഗീയതയെ വളർത്തുകയും ചെയ്യും എന്ന് ചിന്തിക്കുന്നവരുമായ ക്രൈസ്തവർക്കും പലർക്കും ഈ ചിന്തയുണ്ട്. ഗവർണറുമായുള്ള ഉടക്കുമൂലം അദ്ദേഹത്തെ പാടെ ബഹിഷ്കരിക്കുവാൻ മുഖ്യമന്ത്രിക്കാവുമോ? ഡിസംബർ 14 നടന്ന വിരുന്നിൽ പങ്കെടുക്കാത്ത മുഖ്യമന്ത്രി 15 നിതിൻ ഗഡ്കരിയുടെ പരിപാടിയിൽ ഒന്നിച്ചില്ലേ? ഇനി ജനുവരി 26 ഗവർണർ പതാക ഉയർത്തുമ്പോൾ ബഹിഷ്കരിക്കാനാവുമോ? കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് രാജ്ഭവനിൽ ഒരു ക്രിസ്മസ് വിരുന്ന് എന്നാണ് പഴമക്കാർ പറയുന്നത്. ഓണത്തിനോ ഈദിനോ ഒന്നും രാജ്ഭവൻ വിരുന്ന് നടത്തിയ കഥകളില്ല. സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും ഒരു അറ്റ് ഹോം നടത്താറുണ്ട്. അതാണ് എക്കാലത്തെയും പാരമ്പര്യം. അതിൽ നിന്നും ഭിന്നമായി ആരിഫ് മുഹമ്മദ് ഖാൻ ക്രിസ്മസ് വിരുന്ന് നടത്തി. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാക്കന്മാർ പുതുവത്സര സമ്മേളനത്തിന് പത്രക്കാർക്ക് ഒരു വിരുന്ന് നടത്തുന്ന പതിവുണ്ടായിരുന്നു. 1990കളോടെ അത് ഇല്ലാതായി. ധനമന്ത്രിയായിരിക്കെ മാണി ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ സമാപനത്തിൽ പത്രക്കാർക്ക് വിരുന്ന് നടത്തിയിരുന്നു. പല മന്ത്രിമാരും മുൻപ് ഇഫ്താർ വിരുന്നുകൾ നടത്തിയിട്ടുണ്ട്. CH മുഹമ്മദ് കോയയാണ് മന്ത്രിയായിരുന്ന കാലത്ത് അതിന് തുടക്കം കുറിച്ചത്. അദ്ദേഹം പക്ഷേ സ്വന്തം പോക്കറ്റിൽ നിന്നും പണം മുടക്കിയാണ് ഇഫ്താർ വിരുന്ന് നടത്തിയിരുന്നത് എന്നാണ് അക്കാലത്ത് കേട്ടിരുന്നത്. പിൻകാലത്ത് കരുണാകരൻ അടക്കമുള്ള കോൺഗ്രസ് മന്ത്രിമാരും ലീഗ് മന്ത്രിമാരും ഇഫ്താർ വിരുന്ന് നടത്തിയിരുന്നു. ആരും ക്രിസ്മസ് വിരുന്ന് നടത്തിയതായി ഓർമ്മയില്ല. 1976 മുതൽ 2015 വരെ കേരളത്തിൽ മിക്കവാറും കാലം മന്ത്രിയായിരുന്ന KM മാണിയും ക്രിസ്മസ് വിരുന്ന് നടത്തിയിട്ടില്ല. പിണറായി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് നടത്തിയ ഒരു ഇഫ്താർ വിരുന്ന് വലിയ രാഷ്ട്രീയ സംഭവമായി. അക്കാലത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവുമായി ഉടക്കി നിന്ന K കരുണാകരൻ ആ യോഗത്തിൽ സംബന്ധിച്ചതാണ് ആ വിരുന്നിന് വലിയ വാർത്താ പ്രാധാന്യം കൊടുത്തത്. അതിലൂടെ കരുണാകരനെ കോൺഗ്രസ് വിടാൻ ധൈര്യം കൊടുത്ത പിണറായി പക്ഷേ അദ്ദേഹത്തെ മുന്നണിയിലെടുക്കാനാവാതെ പെരുവഴിയിലാക്കി. അവസാനം കാലുപിടിച്ച് കോൺഗ്രസിൽ തിരിച്ചു കയറേണ്ടി വന്നു സാക്ഷാൽ ലീഡർക്ക്.